അതിരമ്പുഴ ജംഗ്ഷനിൽ ബസ് ബേയും ഹൈമാസ്റ്റ് ലൈറ്റും സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മന്ത്രി വി.എൻ. വാസവൻ സ്ഥലം സന്ദർശിച്ച് ബസ് ബേ നിർമ്മാണം സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി. അതിരമ്പുഴ ജംഗ്ഷൻ നവീകരണം പൂർത്തീകരണത്തിലേക്ക്. അതിരമ്പുഴ ജംഗ്ഷനിൽ യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കാൻ സ്ഥലം എം.എൽ.എയും മന്ത്രിയുമായ വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു. 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബസ് ബേ നിർമ്മാണം. ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റും സ്ഥാപിക്കും. ഗതാഗത തിരക്കേറിയ അതിരമ്പുഴ ജംഗ്ഷൻ വീതി കൂട്ടി നവീകരിച്ചതിനു പുറമെയാണ് യാത്രക്കാർക്ക് വേണ്ടി ബസ് ബേയും ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റും എം.എൽ.എ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് സ്ഥാപിക്കുന്നത്. ഇതിനുള്ള നടപടികൾ മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ബസ് ബേ നിർമ്മിക്കുന്ന സ്ഥലം മന്ത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ബസ് ബേയുടെ മാതൃക മാധ്യമപ്രവർത്തകരുടെ കൂടെ അഭിപ്രായം തേടി മന്ത്രി തിരഞ്ഞെടുത്തു. അതിരമ്പുഴ ജംഗ്ഷൻ വർഷങ്ങളായി ഈ നാടിൻ്റെ ആവശ്യമായിരുന്നു. ജംഗ്ഷൻ്റെ നവീകരണം സോഡാക്കുപ്പിയുടെ കഴുത്ത് പോലെയായിരുന്നു ഈ ജംഗ്ഷൻ. വളവെല്ലാം നമുക്കായി 86 പേരുടെ സ്ഥലം എടുത്ത് 8,85 ലക്ഷം രൂപ മുടക്കിയാണ് ഇപ്പോൾ നമ്മുടെ ഈ അതിരമ്പുഴ ജംഗ്ഷൻ്റെ ഇപ്പോഴത്തെ നവീകരണം ഉറപ്പാക്കി. ആവശ്യമായ സ്ഥലമെടുത്തു, വളവുകളെല്ലാം നിവർന്നു, ട്രാഫിക് കൺജസ്റ്റഡ് ഇല്ലാത്തൊരവസ്ഥയുണ്ടാക്കി. ഇനി മനോഹരമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്, വെയിറ്റിംഗ് ഷെഡ്. അത് ഞാൻ എം.എൽ.എ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ മുടക്കി ഏറ്റവും മനോഹരമായ ഒരു കാത്തിരിപ്പ് കേന്ദ്രം അതുകൂടി ബസ് സ്റ്റോപ്പ് കൂടി സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ അതോടെ വരുന്നതോടുകൂടി അതിരമ്പുഴയുടെ മുഖച്ഛായയാകെ മാറി. ഈ കാലഘട്ടത്തിൽ ഈ നാടിനെ സംബന്ധിച്ചോളം അവരുടെ എല്ലാം ചിരകാല ആവശ്യം നിറവേറ്റി കൊടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്കും ഒപ്പം നാട്ടുകാർക്കെല്ലാം ഏറെ സന്തോഷകരമായ ഒരു പുരോഗതിയായി ഇതിനെ കാണുകയും ചെയ്യുന്ന സ്ഥിതി. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. വെയിറ്റിംഗ് ഷെഡ് കൂടി ആകുമ്പോഴേക്ക് പൂർണ്ണതയും. ബസ് ബേ നിർമ്മാണത്തിനൊപ്പം ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. 7.25 ലക്ഷം രൂപയാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാനായി അനുവദിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജൻ, ആർ രൂപേഷ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം KN വേണുഗോപാൽ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.